റൊണാൾഡിൻ്റെ ടെസ്റ്റർ RXL 2015 മോഡൽ രണ്ടാമത്തെ ഓണറിലാട്ടോ നിലവിലുള്ളത്. 98,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. റീപ്ലേസ് ഒന്നും തന്നെ അല്ല. അപ്പോൾ ഈ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരമാവധി നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് വിളിക്കാൻ ശ്രമിക്കണേ. അതുപോലെ ഇത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ, മലപ്പുറം ജില്ലയാണ്. PS ആണ് ഈ വാഹനം വരുന്നുണ്ട്. 2 വീൽ ഡ്രൈവ് ആണ്. അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു XUV സെഗ്മെന്റിൽ ചെറിയൊരു ഈ വിലക്ക് കിട്ടുന്ന ഒരു വാഹനമാണ് നമ്മളെ റൊണാൾഡിൻ്റെ ടെസ്റ്റർ വരുന്നത് കേട്ടോ. അതുപോലെ ഈ റൈറ്റ് സൈഡൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഞാൻ പറഞ്ഞ ഒരു റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഈ വാഹനത്തിനില്ല. അത്യാവശ്യം നല്ലൊരു ബോഡി കണ്ടീഷൻ തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ബോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഒരു പ്രത്യേക ഷേപ്പിലാണ് ഈ വാഹനത്തിന്റെ ബോഡി വരുന്നത് കേട്ടോ. നമ്മൾ ഇതുമ്പോൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് അലോയ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഓണറിൽ 98,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല കമ്പനി സർവീസ് ഹിസ്റ്ററികളെ അവൈലബിൾ ഉള്ള വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. രണ്ടാമത്തെ ഓണറാട്ടോ നിലവിൽ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഞാൻ പറഞ്ഞാൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. അതുപോലെ ഡസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ്, നല്ലൊരു നമ്മളൊരു കുറച്ചൊരു ഓഫ് റോഡ് കൂടെ പോകണമെങ്കിൽ അടി തട്ടണം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നടക്കില്ല. അതുപോലെ ഇതിൻ്റെ ബോഡി പറഞ്ഞാൽ ഒരു പ്രത്യേക ഷേപ്പുള്ള ബോഡിയാണിത് ഈ വാഹനത്തിന്. നമ്മളിപ്പോൾ ഇതിൻ്റെ ബോഡി പറഞ്ഞാൽ ഒരു പ്രത്യേക ഷേപ്പുള്ള ബോഡിയാണിത് ഈ വാഹനത്തിന്. നമ്മളിപ്പോൾ റീപെയിൻ്റ് ഒക്കെ ചെയ്ത് റീഡൻ്റ് ഒക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഒപ്പിക്കൽസ് പണിയെടുത്ത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്നും കൂടെ നോക്കട്ടോ. ഇൻറ്റീരിയർ ഡസ്റ്ററിൻ്റെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ഇൻറ്റീരിയർ ഭാഗമാണ് ഇതിന് വരുന്നത് കേട്ടോ. ഡ്രൈവർ സീറ്റ് ആണെങ്കിലും അതുപോലെ ബാക്കിലെ സീറ്റ് ആണെങ്കിലും ലെഗ് സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ല ഒരു നമുക്ക് ആയാസത്തിൽ ഒക്കെ ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പേസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് ഈ റൊണാൾഡിൻ്റെ ടെസ്റ്ററെ. അതുപോലെ ഒരു പ്രത്യേക ഡിസൈനിലൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് വരുന്നത്. അതുപോലെ സീറ്റ് കവർ ആണെങ്കിലും അത്യാവശ്യം നല്ല സീറ്റ് കവർ തന്നെയാണ്. ഇൻറ്റീരിയർ ഭാഗം ഒക്കെ ഒരു ടോപ്പാണെങ്കിലും ഈ ഡോർ പാഡൊക്കെ ആണെങ്കിലും നല്ല വൃത്തി തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ടയർ ഭാഗം പറയുകയാണെങ്കിൽ ഒരു 80-85% ടയർ ഭാഗമുണ്ട്. അതുപോലെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ഈ വാഹനത്തിൻ്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് തന്നെയാണ്. അത്യാവശ്യം നമുക്ക് അത്യാവശ്യം നല്ലൊരു ലഗേജ് തന്നെ നമുക്ക് ഇതൊരു പോണ രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് പറഞ്ഞത്. അതുപോലെ അതിൻ്റെ ഡിക്കി ആയാലും ഗ്ലാസ് ആയാലും ഒന്നും റീപ്ലേസ് ഇല്ല, ഒറിജിനൽ രൂപത്തിൽ തന്നെ ഉള്ളത്. അത് നമ്മളിപ്പോൾ ഒരു ലോങ് യാത്രക്കൊക്കെ പോണ ആൾക്കാർക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന സ്പേസ് തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ എൻജിൻ സൈഡും കൂടെ ഒന്ന് നോക്കട്ടോ. എൻജിന് പറയുകയാണെങ്കിൽ നമുക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല, ഒറിജിനൽ ബോണറ്റാണ്. അതുപോലെ അത്യാവശ്യം നല്ലൊരു ബാറ്ററിയും ഇതിൽ നിലവിലുണ്ട് കേട്ടോ. അതുപോലെ ഈ എൻജിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ആണ്. ഒക്കെ ഈ എൻജിൻ പാർട്സുകളൊക്കെ വേറിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എൻജിൻ ഭാഗങ്ങളൊക്കെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ നല്ലൊരു സൗകര്യമാണ് ഈ വാഹനത്തിൻ്റെ. എൻജിൻ റൂമൊക്കെ നോക്കിയാൽ തന്നെ നല്ല സ്പേസ് ഉള്ള മാതിരി തോന്നും. അതുപോലെ ചെറിയൊരു റീകംപ്രഷൻ ഈ വണ്ടിക്ക് വരുന്നതാണ് കേട്ടോ. ചില വണ്ടികൾക്കൊക്കെ അത് വരുന്നുണ്ട്. അത് വലിയൊരു കുഴപ്പമില്ല, എൻജിന് വലിയൊരു അപാകത എന്ന് പറയാനില്ല. അത് എങ്ങനെയായാലും ഇതിന് അതിൻ്റെ സെറ്റപ്പ് അങ്ങനെയാണ് വരുന്നത്. വേറെ നോക്കാനുള്ളത് ഓയിൽ ലീക്ക് കാര്യമായിട്ട് നമ്മൾ നോക്കുക. ഓയിൽ ലീക്ക് എവിടെയെങ്കിലും ഉണ്ടാക്കുക. ഈ വാഹനത്തിന് ഇപ്പോൾ ഓയിൽ ലീക്ക് ഒന്നും നിലവിൽ എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ. നമുക്കിതിൻ്റെ എൻജിനൊന്ന് സ്റ്റാർട്ടാക്കി കേട്ടോ. 98,000 കിലോമീറ്ററാണ് ഈ എൻജിൻ ഓടിയിട്ടുള്ളത്. പിന്നെ അതേമാതിരി ഡീസൽ വണ്ടി നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് സ്മോക്കിൻ്റെ അവസ്ഥ ഒന്ന് നോക്കണം. ജസ്റ്റ് സ്റ്റാർട്ടാക്കിയാൽ തന്നെ പണിയുള്ള വണ്ടിക്ക് സ്മോക്ക് വരും കേട്ടോ. പിന്നെ അത് നല്ല റേസ് ആക്കുമ്പോൾ എന്തായാലും ചെറിയൊരു ഡീസൽ വണ്ടി ആകുമ്പോൾ ചെറുതായിട്ടുള്ളൊരു ബ്ലാക്ക് സ്മോക്ക് ഉണ്ടാവും. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. വൈറ്റ് സ്മോക്കൊക്കെ നോക്കിയാൽ മതി. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത എൻജിൻ തന്നെയാണ് ഈ വാഹനം വരുന്നത്. സ്മോക്ക് കാര്യങ്ങളും. ചാനലും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് നമുക്കൊരു 4,95,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം കൊടുക്കട്ടോ. അത്യാവശ്യം ഒരു പകുതി മുക്കാലും നമുക്ക് ലോണും വേണമെങ്കിൽ
ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ ഇത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ മലപ്പുറം ജില്ലയാണ്. കോൺടാക്ട് നമ്പർ താഴത്ത് കൊടുക്കുക. ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കട്ടോ.